ഗുരുവായൂർ വ്ളോഗ് പാർട്ട് 2ലേക്ക് അങ്ങനെ സ്വാഗതം. അങ്കമാലിയിൽ നിന്ന് ഗുരുവായൂർക്ക് നമുക്ക് 2.5 മണിക്കൂറാണ് ഉള്ളത്. ട്രാഫിക് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ചേട്ടനും അനിയത്തിയും കൂടെ എന്നെ കളിയാക്കാനായിട്ടുള്ള ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. നല്ല തെളിഞ്ഞ ആകാശം കണ്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷം. അങ്ങനെ പോകുന്ന സ്റ്റാറ്റസ് ഒക്കെ ഇടുകയാണ് അനിയത്തി. ഇത്രയും മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്ക് ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തതുകൊണ്ട് നമുക്ക് പുറത്ത് എവിടെയും ഇറങ്ങേണ്ടി വന്നില്ല. ഈ ഒരു അമ്പലം റീൽസിലല്ലാണ്ട് നേരിട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. അങ്ങനെ നമ്മളൊരു 4:30 ആയപ്പോൾ അവിടെ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കിഴക്കേ നടയിലൂടെയാണ് എൻട്രി ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പടിഞ്ഞാറേ നടയിലൂടെയാണ് എൻട്രി ചെയ്തത്. അതുകൊണ്ട് തന്നെ എവിടെ ക്യൂ നിൽക്കണമെന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോകുന്ന ഒരു ക്യൂരിയോസിറ്റി. 2 മണിക്കൂർ നമ്മൾ അങ്ങനെ ക്യൂ നിന്നതിന് ശേഷം ഒരു സെക്കൻഡാണ് നമുക്ക് ഭഗവാനെ കാണാൻ കിട്ടുന്നത്. ഫോണൊന്നും നമുക്ക് അങ്ങോട്ടേക്ക് അലോഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് കണ്ണനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം.